നക്സലേറ്റ്. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. അതല്ല, എന്നാലും നീ എങ്ങനെയാടാ നക്സലേറ്റ് ആയത്? Wow! A handicapped man walking on a bridge. No! Yes, സഹോദര, പ്ലീസ് ഈ വണ്ടിയിലോട്ടൊന്ന് കയറണം. താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടേ തന്നത് താങ്കളെ പോലുള്ളവരെ സഹായിക്കാനാണല്ലോ, അല്ലേ? പ്ലീസ് കേറൂ. വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവെയിൽ കൊണ്ട് എവിടെ പോവുകയായിരുന്നു? ആസ്പത്രി വരെ. ഞാനീ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല, അല്ലേ സഹോദര? ചേട്ടാ ഒന്ന് നിർത്തി. ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ആയി. ഓട്ടടാ, സാരമില്ല. ആൻമരിയ നല്ല കാശുള്ള കുടുംബത്തിലെ പെങ്കൊച്ച. അച്ഛൻ ദുബായില, അമ്മ വൈഫ് ഹൗസ് വൈഫ്. വലിയൊരാങ്ങളെ ചെറുക്കനുണ്ട്, അവൻ ഫുൾ ടൈം ജിമ്മില. എടാ, നീയും ജിമ്മിനാന്ന് ഓർത്ത് നീ പേടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഈ സിനിമ അടിവരെ കെട്ടാനുള്ള കോഴ്സ് പഠിക്കുന്ന പരമ വിഡ്ഢിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അവക്കൊക്കെ വലിയ ഗ്ലാമർ ഉള്ളവരൊക്കെ പിടിക്കുള്ളായിരിക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മാത്രമാണ് പെണ്ണ് കിട്ടണത്. നിനക്കും കിട്ടൂടാ സഹോ. ജെയിംസ് ആന്റണി സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ ആരാ? എടാ, അപ്പൊ പിന്നെ നിന്റെ പുറകെ പെമ്പിള്ളേർ ക്യൂ ആയിരിക്കും. ആ ക്യൂവിൽ പൊരുവേലത്തെ പെങ്കൊച്ചിനെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ നോക്കാല്ലേ. പിന്നെ അല്ലാതെ അവള് ഡെയിലി 4 മണിക്ക് വയലിൻ ക്ലാസ്സിൽ പോവും. ആ വയലിൻ പഠിക്കണ്ടല്ലേ? അതാ അവളെ കണ്ടപ്പോ ഒരു വയലിൻ ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. നീ നിന്റെ വയലിൻകാരും കൂടി 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ട്യൂൺ ചെയ്താൽ മതി. അവിടെ ആകുമ്പോ സേഫ് ആണ്. അപ്പൊ നീ വന്നല്ലേ? ഏയ്, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടിയും വരും. അതിന് നിനക്കെന്നാ പറ്റിയ? നീ കടിക്കണ പട്ടി. അളിയ, ആളിയനി മോന്തേം വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? മാറിക്കേ, പോയെ പോയെ. ഇല്ലെന്ന്. അടുത്ത ആള് കയറ്. കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ? കട്ടിങ്. ഒന്നും കൂടി നോക്കിയേട്ടാ, ശരിക്കും നോക്കി. സുധീരേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ, ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ. വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനൊരു സംഭവം. ചേട്ടത് മൂക്കിലൊരു രോമനിപ്പുണ്ടല്ലോ. ഇവൻ മെനക്കേടാക്കും. എവിടെ മൂക്കിൽ അവന്റെ. അയ്യോ അയ്യോ, എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാലം. അയ്യോ, എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ, എന്റെ കല്യാണം. അയ്യോ, അതെന്നത് ഒരു രക്തചന്ദന ഫേഷ്യൽ ചെയ്തതാ. ആള് സുന്ദരനായി. ചേട്ടാ, ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? നല്ല 1-ാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ. 1500? ആ, വെളുക്കണമെങ്കിൽ മതി. സാറിന് ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ, പോഴേക്കും പേഷ്യല് കാക്കവത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ പേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എങ്ങോട്ടാണോ? അമ്മൂമ്മയ്ക്ക് കുഴിവെട്ടാൻ വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട്. ചേട്ടാ, 2 രതീഷ്. എന്നാന്ന്? 2 രതീഷേ. അയ്യോ, ഉപദേശിത്തുള്ള
എന്തായി ജോലി വല്ലതും ആയാ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാരുഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ആ ഷാരുഖാനൊക്കെ ഇങ്ങോട്ട് വരട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാറുഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ. ഇംഗ്ലീഷ്. Oh, sorry, Daddy. In maths, what do you mean by LCM and HCF? മലയാളം. ഈ ലസാഗുസായ എന്നാണെന്ന്? ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ, ഇന്നലെ നിന്റെ ഒരു സിനിമ ടി വി കണ്ടായിരുന്നു. കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയ്ക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കരുന്നു. ഇനി മേലിൽ ഇവനെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ, പിടിച്ചു കൊടുക്കട്ടെ എന്ന്. അമ്മ ഞാൻ പോണോട്ടാ. സഹോ, ആളൊരു പരാജയമാണെങ്കിലും നിന്റെ